ലോകത്തെ ഏറ്റവും ആകർഷകമായ പ്രൊഫഷനുകളിലൊന്ന് ഇന്നും IT ആണെന്നതിൽ വലിയ തർക്കമൊന്നുമില്ല. മിക്ക കമ്പനികളിലും ശമ്പളമായി വലിയ തുക, മെച്ചപ്പെട്ട സൗകര്യങ്ങൾ. കോവിഡ് കാലത്തിന് ശേഷമാണെങ്കിൽ വർക്ക് ഫ്രം ഹോമും ഹൈബ്രിഡുമൊക്കെയായി വർക്ക് ലൈഫ് ബാലൻസ് ഉറപ്പാക്കാൻ കഴിയുന്ന സമയക്രമം, സമൂഹത്തിലെ മികച്ച പരിഗണന, IT ജോലി തെരഞ്ഞെടുക്കാൻ യുവാക്കളെയും ഉദ്യോഗാർത്ഥികളെയും പ്രേരിപ്പിക്കാൻ ഇതൊക്കെ തന്നെ ധാരാളമാണ്. വർക്ക് പ്രഷറും സ്ട്രെസ്സും ഒക്കെ എല്ലാ മേഖലയിലുമുണ്ട്. അതുകൊണ്ട് ആരും അക്കാര്യം പറഞ്ഞ് IT-യിലേക്ക് പോകാതിരിക്കുന്നുമില്ല. പക്ഷേ അടുത്ത കാലത്തായി IT മേഖലയിൽ നിന്ന് ചില മോശം വാർത്തകൾ വരുന്നുണ്ട്. ആദ്യം ടാറ്റ കൺസൾട്ടൻസി സർവീസസ് എന്ന ഇന്ത്യയുടെ തന്നെ അഭിമാനമായ കമ്പനിയിൽ നിന്നായിരുന്നു അത്. ഇവിടെയുള്ള നിദാ ഖാൻ എന്ന ജീവനക്കാരി സംഘം ചേർന്ന് മറ്റു മുസ്ലിം മതസ്ഥരുമായി ചേർന്ന് ഹിന്ദുക്കളായ യുവതികളെ ഇസ്ലാം മതത്തിലേക്ക് മാറ്റുന്നു എന്നതായിരുന്നു ആ വാർത്ത. ഇതിനായി പലതരം സമ്മർദ്ദങ്ങളാണ് നിദാ ഖാൻ അന്ന് നടത്തിയിരുന്നത്. പെൺകുട്ടികളെ പ്രണയബന്ധത്തിലാക്കാൻ നിർബന്ധിച്ചും മുസ്ലിം മതസ്ഥരുമായി ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിച്ചുമെല്ലാം ഇമോഷണൽ അറ്റാച്ച്മെന്റ് സൃഷ്ടിച്ചും പിന്നെ ബ്ലാക്ക് മെയിലിംഗ് നടത്തിയുമൊക്കെയാണ് നിദാ ഖാന്റെ ആസൂത്രിത മതപരിവർത്തനം നടന്നത്. പിന്നീട് നിദാ ഖാൻ അടക്കമുള്ളവർ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പുതിയ വാർത്ത വരുന്നത് മറ്റൊരു വലിയ ഇലക്ട്രോണിക്സ് IT കമ്പനിയായ വിപ്രോയിൽ നിന്നാണ്. ഇരയായ യുവതി നേരിട്ടത് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി താൻ നേരിട്ട ദുരന്ത കഥ അവർ വെളിപ്പെടുത്തിയിരിക്കുകയാണിപ്പോൾ. ആരും കേട്ടാൽ ഞെട്ടുന്ന കാര്യങ്ങളാണ് പൂനെയിലെ ആ യുവതി വിപ്രോ എന്ന വലിയ കമ്പനിയുടെ ചുവരുകൾക്കുള്ളിൽ നേരിടേണ്ടി വന്നത്. വിപ്രോ എന്ന ബോർഡിന് കീഴെ ജോലി ചെയ്യുന്നവരൊക്കെ സുഖകരമായിട്ടാണോ കഴിയുന്നത് എന്ന് നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് ആ യുവതി പറഞ്ഞ പല കാര്യങ്ങളും. हे सगळं आधी घडलंय. आता हे जर रिकव्हर करायचं तुम्हाला, हे जर झाकायचंय, त्याला काहीतरी रिझन निर्माण केलं पाहिजे ना. पुढे काय म्हटलं, आता बुरखा घातलाय समजा, तर फेस रिडिंग झालं पाहिजे म्हणतो, त्याचं हे वर्क केलं पाहिजे ना, हिजाब जो असतो तो. तर तसं बोलण्याच्या पुढचं समजून ऍज अ प्रोजेक्ट मॅनेजर हे समजून सांगत असताना तेवढे कारण समोर करून तेवढंच काहीतरी हे करून आता आपल्या विरोधात काहीतरी घडणार म्हणून हे सगळं केलं. या दोघीतलं भांडण एवढा छोटा मुद्दा नाहीये. हा मुद्दा एका महिलेला किती प्रकारे पिडलं गेलंय, कशा प्रकारे त्रास दिलाय, इस्लाम धर्म स्वीकारण्यासाठी कसं जबरदस्ती केली गेली. आणि तुम्ही म्हटलं एकाच बाबतीत झालंय का, आम्ही तर आज मागणी करतो विप्रो कंपनीतल्या सगळ्या मुलींची जे कोणी काम करतायत तिकडं त्यांची त्या ठिकाणी काय भूमिका आहे, त्यांना असं काय त्रास होतोय, काही फ्री वातावरण ഞാൻ അടക്കമുള്ള നിരവധി സ്ത്രീകൾ ജോലി ചെയ്യുന്ന നെറ്റ്വർക്ക് 18 എന്ന കമ്പനിക്ക് ഒരു നയമുണ്ട്. അത് സ്ത്രീകളോട് മോശമായി പെരുമാറുന്നവരോട് സീറോ ടോളറൻസ് എന്നതാണ്. അത് കൃത്യമായി പാലിക്കപ്പെടുന്നുമുണ്ട്. എന്നാൽ വിപ്രോ പോലൊരു കമ്പനിയിൽ അത് ഏട്ടിലെ പശുവാണെന്നത് വിശ്വസിക്കാൻ വലിയ പ്രയാസമായിരുന്നു. പക്ഷേ ഈ യുവതി കണ്ണു നിറഞ്ഞ് തൊണ്ടയിടറി പറഞ്ഞ കാര്യങ്ങൾ അവിശ്വസിക്കേണ്ടതില്ല. ഗുരുതരമാണ് അതെല്ലാം തന്നെ. പോലീസ് കേസെടുത്ത് അന്വേഷിച്ചാൽ മാത്രം പോരാ, അതിന്റെ സത്യാവസ്ഥ കണ്ടെത്തണം. രാജ്യദ്രോഹമാണ് ഈ കുറ്റമെന്നതിൽ ഒരു സംശയവുമില്ല. ഇവിടെ വില്ലത്തരം കാണിച്ചത് ടീം ലീഡ് ഷാഹിന റഫീഖും ഒരു സഹപ്രവർത്തകനുമാണ്. ജോലിസ്ഥലത്തെ പീഡനം, നിർബന്ധിത മതപരിവർത്തനം, പ്രതികാരം വീട്ടൽ, ഇതൊക്കെയാണ് പോലീസ് ചുമത്തിയ വകുപ്പുകൾ. ഇതിലേക്ക് നയിച്ച സാഹചര്യം എന്താണെന്ന് ഇനി നമുക്കൊന്ന് നോക്കാം. പൂനെയിലെ ഹിഞ്ചാവാഡിയിലെ വിപ്രോ ക്യാമ്പസിൽ പ്രൊജക്ട് മാനേജറായിട്ടാണ് ഈ യുവതി ജോലി ചെയ്യുന്നത്. ബംഗളൂരു സ്വദേശിനിയായ ടീം ലീഡ് ഷാഹിന റഫീഖാണ് യുവതിയെ നിരന്തരമായി ഉപദ്രവിച്ചിരുന്നത്. മാനസിക പീഡനം തന്നെയായിരുന്നു ആദ്യമുണ്ടായത്. ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത് ഈ യുവതി.
ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ലൈംഗിക ജീവിതം എങ്ങനെയാണെന്നതുപോലെ യുവതിയുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളടക്കം ഷാഹിന പിന്നീട് ചോദിച്ചു തുടങ്ങി. ഒരു സഹപ്രവർത്തകനെ യുവതിക്ക് പിന്നീട് പരിചയപ്പെടുത്തി. ഈ സഹപ്രവർത്തകനും മുസ്ലിം മതസ്ഥനായിരുന്നു. ഇവർ തമ്മിൽ സൗഹൃദം ശക്തമായപ്പോൾ അയാൾ പ്രപ്പോസ് ചെയ്തു. മാത്രമല്ല, ഒരു റിലേഷൻഷിപ്പിനായി നിർബന്ധിക്കുകയും ചെയ്തു. അതിനുശേഷം ഇസ്ലാം മതത്തിലേക്ക് മാറണമെന്ന് നിർബന്ധിക്കാൻ തുടങ്ങി. സൗഹൃദം സ്ഥാപിച്ച് അത് ശക്തമാക്കി, അതൊരു റിലേഷൻഷിപ്പാക്കി, അതുവഴി യുവതിയെ മുസ്ലിം മതത്തിലേക്ക് എത്തിക്കുകയായിരുന്നു ഷാഹിനയുടെ ലക്ഷ്യം. വിവാഹത്തിന് തയ്യാറായാൽ വിദേശത്ത് പോകാമെന്നും അവിടെ സെറ്റിൽ ചെയ്യാമെന്നുമുള്ള വാഗ്ദാനവും പെൺകുട്ടിക്ക് നൽകി. ഹിന്ദുമതം ഉപേക്ഷിച്ചാൽ നല്ല ജീവിതം ലഭിക്കുമെന്നും മികച്ച തൊഴിലവസരം ലഭിക്കുമെന്നുമൊക്കെയായിരുന്നു ആ യുവാവിന്റെ വാഗ്ദാനം. സൗഹൃദത്തിന്റെ ലൈൻ മാറി റിലേഷൻഷിപ്പിന്റെ രീതിയിലേക്ക് വന്നപ്പോഴേ യുവതി അകലം പാലിച്ചു തുടങ്ങി. വിവാഹാഭ്യർത്ഥന നിരന്തരമായപ്പോൾ അത് കമ്പനി HR-നെ അറിയിച്ചു. പക്ഷെ അവിടെയും ഫലമുണ്ടായില്ല. പ്രശ്നമുണ്ടാക്കരുതെന്നും പരാതി പിൻവലിക്കണമെന്നുമായിരുന്നു HR-ന്റെയും സീനിയർ ഉദ്യോഗസ്ഥരുടെയും നിർദ്ദേശം. പിന്തുണ പ്രതീക്ഷിച്ചിടത്ത് തിരിച്ചടി കിട്ടിയപ്പോൾ യുവതി തകർന്ന് തരിപ്പണമായി. മാനസിക സംഘർഷം വല്ലാതെ കടുത്തു. ഉറങ്ങാൻ മരുന്നിന്റെ സഹായം വേണമെന്നായി. ആകെയുള്ള ഉപജീവന മാർഗമായതുകൊണ്ട് എല്ലാം സഹിച്ചും മറ്റൊരു ജോലി കിട്ടും വരെ യുവതി വിപ്രോയിൽ തന്നെ തുടർന്നു. പരാതിയിൽ നിന്ന് പിന്നോട്ടു പോകുന്നില്ലെന്ന് കണ്ടതോടെ യുവതിക്ക് നീതി നൽകുന്നതിന് പകരം രാജിവെക്കാൻ നിർബന്ധിക്കുകയാണ് വിപ്രോയുടെ HR മാനേജർമാർ ചെയ്തതത്രേ. പലപ്പോഴും യുവതിയുടെ വർക്ക് സ്റ്റേഷനുകൾ മാറ്റിക്കൊണ്ടിരുന്നു. ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലും ലോഗിൻ ചെയ്യാനുള്ള റൈറ്റ് സ്വന്തമാക്കി. രാജിവെക്കില്ലെന്ന് കണ്ടപ്പോൾ HR-ൽ നിന്ന് ഉള്ളയാൾ യുവതിയുടെ യുവതിയുടെ ലോഗിൻ ഉപയോഗിച്ച് സ്വയം സമർപ്പിച്ചു. आज हम इसलिए यहाँ पे संगठित हुए हैं कि मुझे ये सबके सामने लाना है कि हिंदू औरतों के तरफ किस तरीके से अन्याय होता है, कैसे उन्हें बातों बातों में फंसा के धर्मांतरण के लिए मुस्लिम समाज मजबूर करता है और मेरे साथ क्या हुआ। मेरे साथ अप्रैल के महीने से शाहिना रफ़ीक नाम की एक लड़की जो मेरे साथ काम करती थी, मेरे अंडर काम करती थी, उसने मुझे बार बार धर्म चेंज करने के लिए और अपने मुस्लिम धर्म को अपनाने के लिए बार बार कॉल पे बोला है और बार बार मुझे ये कहती थी कि अगर आप मुस्लिम धर्म अपना लेंगी तो आपको पैसे भी अच्छे मिलेंगे, आपकी जो लाइफ बिखरी हुई है वो अच्छी हो जाएगी. താൻ അറിയാതെയാണ് തന്റെ സെപ്പറേഷൻ റിക്വസ്റ്റ് പോയതെന്ന് മനസ്സിലാക്കിയ യുവതി വിപ്രോയ്ക്കെതിരെ പിന്നീട് നിയമ പോരാട്ടം തുടങ്ങി. മാറി നിൽക്കേണ്ടി വന്ന സമയത്തെ പൂർണ്ണ ശമ്പളം നൽകി തന്നെ തിരിച്ചെടുക്കണമെന്ന് യുവതി അവരോട് ആവശ്യപ്പെട്ടു. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്നും കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ യുവതി പറഞ്ഞു. പോലീസ് ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. യുവതിയുടെ പരാതി ലഭിച്ചതായി അവർ സ്ഥിരീകരിക്കുകയും ചെയ്തു. യുവതി നൽകിയ പോഷ് പരാതിക്ക് ഉചിതമായ നടപടി കമ്പനി സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രഥമ ദൃഷ്ട്യാ വ്യക്തമായതായി പോലീസ് പറയുന്നു. കമ്പനി നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിന്റെ വിവരങ്ങൾ നൽകണമെന്നും പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്നാണ് വിപ്രോയുടെ നിലപാട്. ജീവനക്കാരുടെ ക്ഷേമം, മാന്യത എന്നിവയ്ക്ക് പരിഗണന നൽകുന്നതാണ് കമ്പനി നയമെന്നാണ് വാർത്തയോട് വിപ്രോ ഉന്നത നേതൃത്വത്തിന്റെ പ്രതികരണം. വിവേചനം, മോശം പെരുമാറ്റം, പീഡനം എന്നിവയോട് നയം 0 ടോളറൻസ് തന്നെയാണ്. അതുകൊണ്ട് പോലീസ് ആവശ്യപ്പെടുന്ന എല്ലാ രേഖയും നൽകുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ വൻ നഗരങ്ങളിലുമുണ്ട് IT സ്ഥാപനങ്ങളുടെ ക്യാമ്പസുകൾ. അതിൽ പ്രധാനപ്പെട്ടവ നോയിഡ, ഗുരുഗ്രാം, ഹൈദരാബാദ്, പൂനെ, ബംഗളൂരു, ചെന്നൈ, തിരുവനന്തപുരം എന്നിവയാണ്. പൂനെ ഒരു വലിയ നഗരമാണ്. IT വ്യവസായ ഭൂപടത്തിൽ പൂനെയുടെ സ്ഥാനവും വലുത് തന്നെ. ഇത് പൂനെയിലും നാസിക്കിലും മാത്രമല്ല, ഇന്ത്യയിൽ എവിടെയും സംഭവിക്കാമെന്നതാണ് രണ്ടാമതൊരു സംഭവം കൂടി ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 25 വയസ്സിൽ താഴെയുള്ളവരായിരിക്കും IT-യിൽ ജോലി തുടങ്ങുന്നവർ 90%. ബിടെക്കോ, എംടെക്കോ, MCAയോ ഒക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴി എത്തുന്നവർ, അല്ലെങ്കിൽ അപേക്ഷ അയച്ച് ജോലി കണ്ടെത്തുന്നവർ. എന്തായാലും ഈ പ്രായത്തിലുള്ള യുവതികളെ ഇങ്ങനെ വല വീശിപ്പിടിക്കുന്ന മതഭ്രാന്തന്മാരെയും മതഭ്രാന്തികളെയും കരുതിയിരിക്കണം. മതപരിവർത്തനത്തിനുള്ള കേന്ദ്രമായി ഒരു IT പാർക്കും മാറരുത്. IT മാത്രമല്ല, ഒരു തൊഴിൽ മേഖലയും.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.